ഹായ്. അപ്പോൾ നമ്മളിന്ന് വേറൊരു യാത്രയിലേക്കാണുള്ളത്. മൂകാംബികയിലേക്കുള്ള യാത്രയാണ്. പിന്നെ നമ്മൾ 4 ആൾക്കാരുള്ളത്. ഞാനുണ്ട്, വൈഫുണ്ട്, പിന്നെ അച്ഛൻ, അമ്മ. അച്ഛൻ ബാക്കിലുള്ളത് അച്ഛൻ. അപ്പോൾ 2 ആൾക്കാർ കൂടി കുറവുണ്ട് ഇതിനകത്ത്. അനിയനും അനിയൻ്റെ ഭാര്യയും കുറവുണ്ട്. അവർ പിന്നെ ചെറിയ സാങ്കേതിക തകരാറ് കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നല്ല നല്ല വിഷ്വൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ വീഡിയോയിൽ സ്വാഗതം എല്ലാവർക്കും. നമ്മൾ ഏകദേശം ഒരു 230 കിലോമീറ്ററോളം ഓടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരു കാലിക്കടവെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ രസകരമായൊരു സ്ഥലപ്പേരിലുള്ളത് മടിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളത്. ആ സ്ഥലത്തോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാസർഗോഡ് ജില്ലയിലുള്ളൊരു സ്ഥലമാണിത്. അതായത് നമ്മുടെ കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത ടൗണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ടൗണിലെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ടൗണിൽ നിന്ന് നമ്മൾ മംഗലാപുരം റോഡിലേക്കാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് മംഗലാപുരം ഹൈവേയിലാണ് ഉള്ളത്. അടിപൊളി റോഡാണ്. പണി പൂർത്തിയായില്ല, പൂർത്തിയായി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലൈനെല്ലാം വരക്കാനുണ്ട്. വണ്ടി ഇപ്പോൾ ഇതിനകത്ത് കുറവാണ്. അപ്പോൾ നല്ല അടിപൊളി റോഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈനും കൂടി വരച്ച് സെറ്റപ്പായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മൾ മംഗലാപുരം ടൗണിലെത്തി. മംഗലാപുരം ടൗണിൽ നിന്ന് ഒരു മംഗലാപുരം സ്മാർട്ട് സിറ്റി അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഒരു പാർക്കാന്ന് തോന്നിയത്. നമ്മളങ്ങനെ മുള്ളൂർ എത്തിയിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം ഒരു 10-50 കിലോമീറ്റർ ആയിട്ടുണ്ട്. മംഗലാപുരത്തിന് ശേഷം കണ്ട രസകരമായ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 10 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ടൗൺ ഉണ്ടാവും. അതിനനുബന്ധിച്ചൊരു ജംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രസകരമായൊരു കുറച്ച് കാഴ്ചകളാണ് ഉള്ളത്. ഇതൊരു ചെറിയൊരു ടൗണാണ്, മുള്ളൂർ എന്ന് പറയുന്നൊരു ടൗണായത്. പിന്നെ വെച്ചാൽ സ്ട്രെയിറ്റ് റോഡാണ്, നാഷണൽ ഹൈവേൻ്റെ സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ ആ റോഡാണ് നേരെ അതിൻ്റെ ഒരു ചെറിയൊരു ടൗണിലേക്ക് എത്തുക. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഒരു നല്ലൊരു രസകരമായ കാഴ്ചയിലൂടെ നമ്മൾ പോകുന്നത്. ബ്രഹ്മവാറിലെത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വർഷം മുമ്പേ എല്ലാം ആണെങ്കിൽ നമുക്ക് ഭയങ്കര സംഭവമായിട്ടുള്ള റോഡ് തന്നെയത് ഈ ഒരു ഹൈവേ എന്ന് പറയുന്നത്. ഇതിപ്പോൾ 4 വരി പാതയാണ്. നമ്മുടെ നാട്ടിൽ 6 വരി പാത റെഡി ആയി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രം മതി. നമ്മൾ എമ്മാദിന്ന്, അതായത് നാഷണൽ ഹൈവേ, മെയിൻ നാഷണൽ ഹൈവേന്ന് പിന്നെ കൊല്ലൂരേക്കുള്ള ഇതിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. കൊല്ലൂരേക്കുള്ള റോഡായത്. എമ്മാദി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇങ്ങോട്ട് തെറ്റിപ്പോവാം. ഇനി അങ്ങോട്ടുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും ഈ മരങ്ങളും കാട് പോലത്തെ സ്ഥലത്തോട്ട് നമ്മൾ പോവാം. റോഡെല്ലാം നല്ല വീതിയുള്ള റോഡാണ്. പക്ഷെ 2 സ്ഥലത്തൊരു കാട് പിടിച്ച പോലത്തെ ഒരു സ്ഥലമായിരിക്കും. അതായത് നമ്മൾ അപ്പുറം കണ്ട പോലത്തെ ഹൈവേ, ഭയങ്കര ഹൈവേ എന്നല്ല, ഹൈവേ റോഡ് തന്നെ. പക്ഷേങ്കിൽ 2 സൈഡ് ഒരു കാട് പിടിച്ച പോലത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്നറിയില്ല. ഒരു നാഷണൽ ഹൈവേൻ്റെ തന്നെയാണ്. നാഷണൽ ഹൈവേ 766C. അതിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ചെറുതാണ് ഇത്, എന്നാലും ഇതും നാഷണൽ ഹൈവേ തന്നെയാണ്. ഇത് സ്ഥലം ഒന്നും അറിയുന്നില്ല. ഇത് ഫുള്ള് കാടാ. സിറ്റിയുടെ അടുത്തൊന്നും ഇല്ല, കുറച്ച് ദൂരം കൂടി പോകണം തോന്നുന്നു സിറ്റി. റോഡെല്ലാം ഭയങ്കര കഷ്ടം തന്നെയാണ്. കുറച്ച് നല്ല കുലുക്കവും കാര്യങ്ങളുള്ള റോഡ് തന്നെയാണ് ഇത്. വന്യജീവികൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അവിടെ ബോർഡെല്ലാം കാണുന്നുണ്ട്, അലേർട്ടെന്ന് പറഞ്ഞിട്ട്. കുറേ ഭാഗം മറ്റേ കർണാടകയിലാണ് ഉണ്ടായത്. അത് നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല. മാനുകളെല്ലാം സ്വൈരവിഹാരം നടത്തുന്ന സ്ഥലമാണ് തോന്നുന്നത്. ഫുള്ള് കാട് തന്നെയാണ് ഈ വഴിക്ക്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ബോർഡെല്ലാം എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട്. പക്ഷെ റോഡ് ഭയങ്കര കുലുക്കുള്ള റോഡാണ്. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഈ ഏരിയ എല്ലാം അവരെ ഏരിയയിലാണ്, കൊല്ലൂർ മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ. അപ്പോൾ നമ്മൾ കൊല്ലൂർ മൂകാംബികൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ കവാടം കടന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാം. നമ്മളിവിടെ എത്തി. നമ്മളിപ്പോൾ സൗവർണികയിൽ പോയപ്പോൾ രസകരമായൊരു കാഴ്ചയാണ്. ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച സാധനം ഇത്. അതാകെ പൂക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉപദേശം എന്ത് സംഭവം ഉണ്ടാകുന്ന വെച്ചിട്ട് തട്ടിപ്പറിച്ചാണ്. ഇതാണ് സൗവർണിക നദി, മൂകാംബികയിലെ ഒരു പ്രശസ്തമായൊരു നദിയായത്. സുവർണ എന്ന പേരിലൊരു ഗരുഡൻ തപസ് ചെയ്ത് പ്രാപിച്ചതാണ് ഈ നദി എന്നാണ് ഐതിഹ്യം. ഒഴുകുമ്പോൾ 64 വ്യത്യസ്ത ഔഷധ സസ്യങ്ങളെ വേരുകൾ ഇതിലൂടെ ഒഴുകി വരുന്നത്. അതുകൊണ്ട് അതിൽ കുളിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. വിഷ്വൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള മീനുകളെ ഒരു വിഷ്വൽസാണ്. നമ്മളങ്ങനെ ക്ഷേത്രത്തിലെത്തി അകത്തേക്ക് നടന്നു പോയിക്കൊണ്ടുപോകുന്ന ക്ഷേത്രത്തിനകത്തേക്ക്. അപ്പോൾ ക്ഷേത്രത്തിൽ കയറിയ ശേഷം അവിടെ പ്രത്യേക പൂജയുണ്ട്. രാത്രി നട അടക്കുന്നതിന് മുമ്പുള്ളൊരു പൂജയാണ് അതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലുള്ള വിഗ്രഹത്തിന് ഭക്തജനങ്ങൾക്ക് കാണിക്കുന്ന ചടങ്ങ്. അപ്പോൾ അതിനെ അനുഗമിച്ചിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ പോകും. നമ്മൾ ക്ഷേത്രം ചുറ്റി വന്ന് മൂകാംബികയിലെ വിഷ്വൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.